സീറ്റ് ഫുള്ളായി പോയല്ലോ. അവന്റെ അടുത്ത് മാത്രം കാലി സീറ്റ്. താങ്ക് യു. എന്തിന്? ഇവിടെ ഡ്രോപ്പ് ചെയ്തില്ലേ? സോ താങ്ക് യു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, എല്ലാം ലീല. അയ്യോ. എന്താ കാര്യം? അടുത്ത് വന്നിരുന്നതിന്റെ ഉദ്ദേശം എന്താ? ഹലോ, ഇത് മാത്രമേ കാലി ഉണ്ടായിരുന്നുള്ളൂ. ഇരുന്നു. 2 വർഷമായിട്ട് എന്റെ ഹൃദയം കാലിയായിട്ട് കിടക്കുകയായിരുന്നു. എന്താ പറഞ്ഞു? നമ്മൾ നീ കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ കണ്ടുമുട്ടി. അതും കല്യാണ വീട്ടില് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ദൂരത്തുനിന്നാണെങ്കിൽ നാദസ്വരത്തിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്തിന്? മുമ്പിൽ സദ്യയും ഉണ്ട്. 2 പേർക്കും കല്യാണ ഡ്രസ് ഇല്ല എന്ന് മാത്രം. ശരിയല്ലേ? നിങ്ങള് ആ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഷർത്തല്ലേ? ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ? പണ്ട് ഞാൻ ബാറ്റ്സ്മാൻ ആയിരുന്നു. ഞാൻ നിങ്ങളെ ദിവസം ടിവിയിലാ കാണാറ്. ഞാനും എന്റെ മകളും കൂടി. എന്റെ മകൾക്ക് നിങ്ങളെ എത്ര ഇഷ്ടാന്നറിയോ? ടിവിയിൽ ഉമ്മ കൊടുക്കും നിങ്ങളെ കാണുമ്പോ. ഞാൻ ബാറ്റ് ചെയ്യുന്നത് ടിവിയിൽ വന്നു. ഞാൻ ഇന്നുവരെ ക്രിക്കറ്റേ കളിച്ചിട്ടില്ലെന്നേ. ആ, ഞാൻ ദിവസവും ന്യൂസ് ചാനൽ കണ്ടോണ്ടിരിക്കല്ലേ. നീ സൂപ്പർ ബാറ്റ്സ്മാനാ. അയ്യേ, ബാറ്റ്സ്മാൻ അല്ല, ഇത് ബിസിനസ്മാനാ. ബിസിനസ്മാൻ ആണോ? തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങൾ എന്നെയും കൂടെ നോക്കാവോ? ഫോട്ടോയുടെ കാര്യ. ഫോട്ടോയോ? ഫോട്ടോഗ്രാഫറെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? മുസ്തഫ മുസ്തഫ പോരാ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോരാ. ഒരു ഫോട്ടോ എടുത്താ മതി. ഇത് എന്റെ ആളാണല്ലോ, അവന്റെ കൂടെ ചെയ്തോണ്ടിരിക്കുക. മുസ്തഫ, നീയായിരുന്നോ? ഇദ്ദേഹത്തിന്റെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുവോ? അടുത്തേക്ക് വാ. ഞാൻ കഴിക്കുന്നില്ല, മതി. കൊത്തി നമ്മുടെ പുറത്ത് കയറി കൊത്തു. എന്റെ അടുത്ത് അവന്റെ കളി. അവരെന്ന് ഞാൻ സർ, നിങ്ങൾ വളരെ ഫേമസാ, വലിയ വ്യക്തിത്വമാ. ഇത്രയും വലിയ പൊസിഷനിലുള്ള നിങ്ങള് ഈ പാവത്തിന്റെ കഞ്ഞിൽ എന്തിനാ പാറ്റിയിടാൻ വരുന്നേ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. എന്ത് ചെയ്തു? ഇപ്പൊ നിങ്ങൾ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തില്ലേ? അവൾ എന്റെ പഴയ എക്സ് ലവറാണ് മിസ്റ്റർ. ചെറുപ്പകാലത്ത് അവക്ക് ഞാൻ കടയിൽ നിന്ന് പറ്റിന് കുൽഫി വാങ്ങി കൊടുത്ത് അന്നത്തെ കാലത്ത് 10,000 രൂപ കടത്തിലായ വ്യക്തിയാണ് ഞാൻ. കടക്കാരെ പേടിച്ച് നാട് വിട്ടു പോകേണ്ടി വന്നെനിക്ക്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്ന് ഞാൻ എന്റെ ലവറിനെ നോക്കുമ്പോ അവൾ ഒരുത്തനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് സാർ. പിന്നെന്ത് പറയാനാ സാർ? അതിനുശേഷം ഒരു കുഞ്ഞ് ജനിച്ചു. അവർക്കല്ല, അല്ല എനിക്ക്. അതെങ്ങനെ? അല്ല, എനിക്ക് ലവർ കിട്ടാത്ത സങ്കടത്തില് ഞാൻ നിറയെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് കളഞ്ഞു. അങ്ങനെയാ കൊച്ചുണ്ടായത്. അവരെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? തെറ്റല്ല സാർ, തെറ്റല്ല സാർ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എന്റെ ലവറിനെ അന്വേഷിച്ചിറങ്ങിയത്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചവർക്ക് എന്ത് പറ്റി? അവൻ ആരെ പ്രേമിച്ചോ അവളുടെ കൂടെ ഓടിപ്പോയി. പിന്നെ അതിനുശേഷം എന്റെ ലവറിന് ഡൈവോഴ്സ് കിട്ടിയപ്പോ ഞാൻ വീണ്ടും അവളെ അന്വേഷിച്ചു വന്നു. അതാണ് ഉണ്ടായത്. ഓ, അങ്ങനെ നോക്കണേ അതൊരു വലിയ കഥയായിരിക്കുമല്ലോ. ശരി, അത് വിട്. ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. മിൽക്കും ഹണി എങ്ങനെയാണോ ഒന്ന് ചേരുന്നത് അതുപോലെ ഞങ്ങളും ഒന്ന് ചേർന്നു. ഒരു പക്ഷെ നിങ്ങൾ ലെമൺ ജ്യൂസുമായിട്ട് അതിനിടെ വന്ന് വീണ ഞങ്ങളുടെ പാല് പിരിഞ്ഞു പോവില്ലേ? അത് യൂസ്ലെസ് ആയി പോവില്ലേ? അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ ഒന്ന് മിക്സ് ആകാതിരിക്കുന്നതാ നല്ലത്. ഹലോ ഫോട്ടോഗ്രാഫറെ, നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ ആന്റിയെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ മുസ്തഫ. ഇനി അവര് ലോകത്തെ അവസാനത്തെ പെണ്ണായ പോലും. അതെ, തന്റെ പേരെന്താന്ന് പറഞ്ഞു? മുസ്തഫ. മുസ്തഫ, ഇങ്ങ് വന്നേ. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിൽക്കില്ല, പറഞ്ഞേക്കാം. വന്നേ. ദേ നോക്കി, ആ പിങ്ക് സാരി എടുത്ത് നിൽക്കുന്നില്ലേ? അവളാണ് എന്റെ ലവ്. ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അവളെയാ, ആന്റി അല്ല. ആന്റി നിന്റെ. സാർ നല്ല കാര്യമാണ് സാറേ പറഞ്ഞത്. വളരെ സന്തോഷായി. താങ്ക് യു വെരി മച്ച് സാർ. എന്റെ ഹൃദയം ടച്ച് ചെയ്തു നിങ്ങൾ. അല്ല മുസ്തഫ, നീ ഫോട്ടോഗ്രാഫർ അല്ലേ? അതേ, ഫോട്ടോഗ്രാഫറാ. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഫേമസ്. ഒരു കാര്യം ചെയ്യോ? എന്റെ ലവറിന്റെ കുറേ നല്ല ഫോട്ടോസ് എടുക്കും. എടുത്തേക്കാം. കണ്ടോണ്ടിരിക്കാനാ. ടെൻഷൻ ആവണ്ട സാർ, എനിക്ക് എടുത്തു തരാം. ഫോട്ടോസ് മര്യാദക്ക് പതിഞ്ഞില്ലെങ്കിൽ അപ്പൊ ഞാൻ നിന്റെ ആന്റിയും കുട്ടി വിളിക്കും. ഒരിക്കലും മിസ്സാവില്ല സാർ, ഞാൻ സൂപ്പർ ഫോട്ടോസ് എടുത്തു തരും. കൽപ്പു, എന്റെ കൽപ്പു. എന്താ കാര്യം പറ. കൽപ്പു, നിനക്ക് ഓർമ്മയില്ലേ ഞാൻ വാങ്ങിച്ചു തന്ന കുൽഫി? കുൽഫിയോ? എനിക്കത് ഒരുപാട് പേര് വാങ്ങിച്ചു തരാറുണ്ട്. നിനക്കത് പുതിയതായിരിക്കും. ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. നിനക്ക്? എനിക്കത് ഓർമ്മയില്ല. അയ്യോ കൽപ്പു,
നിനക്ക് വേണ്ടി കുൽഫി വാങ്ങാനാ ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. വേറെ ആര് കുൽഫി വാങ്ങിച്ചു തന്നാലും നീ കഴിക്കരുത്. ഓഹോ, ഇത്രയും വർഷം നീ എനിക്ക് കുൽഫി എന്ന പോലെ. ആർക്ക് വേണം നിന്റെ കുൽഫി? കൊണ്ട് കള എവിടെയെങ്കിലും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. ആദ്യം ഞാൻ എന്റെ ബോസിന്റെ ലവറിന്റെ ഫോട്ടോ എടുക്കട്ടെ, പിന്നെ ഞാൻ നിനക്ക് കുൽഫി തരാം കേട്ടോ. അല്ല എവിടെ Mustafa. എവിടെ പോയി? ആ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ മിസ്സായി പോയല്ലോ. ഇത് സൂപ്പർ ആംഗിളാ. ഓ ശല്യം. അങ്ങോട്ട് മാറ്. അങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞ? മാറ്. ശ്ശെ, ഒന്ന് മാറാനല്ലേ പറഞ്ഞേ? നിന്റെ മുഖത്തേക്ക് ആരെങ്കിലും ഫോട്ടോ എടുക്കോടി. ഒന്ന് ഓടുന്ന Mustafa. ഓ മിസ്സായി പോയല്ലോ. ഞങ്ങളിപ്പോ ഇവിടെ എത്തിയുള്ളൂ. നിൽക്കാണോ? ഞാൻ ഇന്നലെ എത്തി. നിങ്ങൾ പെർമിഷൻ എല്ലാവരും ചോദിച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. മഴയും സ്ട്രൈക്കും. അപ്പൊ, പിന്നെ ഒരു കാറ് കിട്ടി. അല്ല സോറി മാഡം. അപ്പൊ കുറെ നേരമായിട്ട് ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക ഒരു നല്ല ഫോട്ടോ എടുക്കാൻ. ഞാൻ ഒരു നല്ല ഫോട്ടോ എടുത്തോട്ടെ? എന്റെ ഫോട്ടോ അതെ. എന്തിന്? നിങ്ങളുടെ ലവറില്ലേ, ഫേമസ് ബിസിനസ്മാൻ ശരത്ത്, അദ്ദേഹം നിങ്ങളുടെ കുറച്ച് ബ്യൂട്ടിഫുൾ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞായിരുന്നു. നീ ശരത്തിന്റെ ലവറാണോ? യെസ് വാട്ട് എ ജോക്ക്, ബട്ട് സ്റ്റിൽ യു ആർ ലക്കി. മേഡം ഒരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്? അയ്യോ മേഡത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോ എന്റെ ലവറിനെ അടിച്ചോണ്ട് ആള് പൊക്കളെ. ആ ശരത്ത് എവിടെ ഉള്ളത്? ഇവളിത് എവിടെ പോയി? എന്താടാ താടിയെല്ലാം വളർന്നു പോയല്ലോ. സമയം കിട്ടാറില്ല, അതുകൊണ്ടാ. ശ്ശെ. നിനക്ക് ജോലിയൊന്നും ശരിയായില്ലേ? ശ്രമിച്ചോണ്ടിരിക്കുവാ, ഇനിയും കിട്ടിയിട്ടില്ല. ശ്ശെ. സ്വാതിക്ക് വേണ്ടി ഞാൻ വെറുതെ ഇവനെ അടിച്ചു. സോറി പറഞ്ഞേക്കാം. സന്ദീപ്, ഉശ്ശൂ, സന്ദീപ്. ഇവൻ എന്തിനാണ് ഇവിടെ വന്നത്? വാ 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 വാ. ഹലോ ഹലോ. ഹലോ ശരത്, പറയാമേ. നിനക്ക് വേണ്ടി നല്ല നല്ല പെൺകുട്ടികളുടെ ഫോട്ടോകളൊക്കെ വരുന്നുണ്ട്. അതില് 3 ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആരെ ഇഷ്ടപ്പെടുന്നോ അവളെ നീ കെട്ടിക്കോ. മാം, ഞാനിപ്പോ ആരുടെ ഫോട്ടോ ആണെന്ന് ഉദ്ദേശിക്കുന്നില്ല. സ്വാതി എനിക്ക് തിരിച്ചെത്തി. എന്താ പറഞ്ഞത്? സ്വാതിയോ? ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ബൈ. ശരത്, ഹലോ. എന്ത് പറ്റി കൗസല്യേ? ശരത്താ, ഫോൺ കട്ട് ചെയ്തു അവൻ. കട്ട് ചെയ്തോ അവന്? ഉം. എന്താ അവൻ പറഞ്ഞേ? അവന് വീണ്ടും സ്വാതി കിട്ടിയെന്നാ പറയുന്നത്. അവന് സ്വാതിയെ കിട്ടിയ? നിങ്ങൾ എന്തിനാ അതിന് സന്തോഷിക്കുന്നത്? സ്വാതിയെ കിട്ടിയോ അവന്? ഉം. എവിടുന്നാ കിട്ടിയേ? ഉം. എവിടുന്നാ? ഛെ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. ഞാനും അതിനല്ലേ കാത്തിരിക്കുന്നു. അല്ല എന്താ ഡോക്ടറെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ സൈലന്റ് മോഡിലേക്ക് പോയല്ലോ. ഇറ്റ്സ് ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ കുടിക്കുന്നത് നിർത്തി. നമ്മള് അകന്നു പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ സന്തോഷം ഒരുമിച്ച് ജീവിക്കുമ്പോഴേ കിട്ടുമെന്ന്. ഇങ്ങനെ അകന്ന് നിൽക്കുമ്പോൾ കിട്ടില്ലെന്നും. നോക്ക് സ്വാതി, നീയാ പറഞ്ഞത് എന്നോട് ഇനി സംസാരിക്കില്ല എന്നും ചിരിക്കില്ല എന്നും പരിചയം പോലും കാണിക്കില്ല എന്നും. എന്നിട്ടിപ്പോൾ നീ തന്നെ എന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ വിളിച്ചത്. എനിക്ക് തോന്നുന്നതേ ഈ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്നൊന്ന് കണ്ട് സംസാരിക്കണമെന്ന്, കല്യാണത്തിന് വേണ്ടിയിട്ടേ. സ്റ്റോപ്പ് ഇറ്റ് ശരത്, പ്ലീസ്. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന്? എന്തിനാ നീ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞ ഞാൻ നിന്റെ ലവറാണെന്ന്? പറയാ. അയ്യോ, ലൈഫിൽ ഒരു കോമഡി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും കഷ്ടമാണ്. അവൻ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? പറ, നീ എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ സ്നേഹിച്ചിരുന്ന നീ എന്റെ ലൈഫിലേക്ക് തിരിച്ചു വന്ന പോലെ ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കും. അതിന് നടക്കില്ല. ഇനി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എനിക്കിനി അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എന്തിനു നിന്നെ സ്നേഹിക്കണം ശരത്? പറ. നോക്ക്, നീ എന്നെ പറഞ്ഞ വാക്കുകൾ, നീ എന്നെ കരുണത്തടിച്ചത് ഒന്നും ജീവിതകാലം മുഴുവൻ എനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി ഒരിക്കലും നിനക്ക് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. എന്നെ കുറിച്ച് ആരോടും ഇനി നീ ഒന്നും പറയണ്ട. എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വിട് പ്ലീസ്, പ്ലീസ്.